മമ്മിയും വെച്ചുന്ന മനുഷ്യൻ ചാവും ഇപ്പോ. പെണ്ണിന് വിളമ്പി കൊടുക്കണം. നിനക്ക് അതങ്ങോട്ട് എടുത്ത് കഴിച്ചാലെന്താ? എനിക്ക് 100 രൂപയൊന്നുമില്ല. ഇപ്പൊ ഡാഡിയാണ് വന്നിട്ടുണ്ടെങ്കിലോ മമ്മി ഓടി വന്നേനെ. നിനക്ക് അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ചാലെന്താ? പഠിക്കുന്ന പെമ്പിള്ളേരെ അടുക്കളയിൽ കയറിയാല് കൈവളം ഉരിപ്പൊന്നുമില്ല. മമ്മിക്ക് ഒരു വേലക്കാരി വെച്ചാലെന്താ? വരുന്നവരൊക്കെ മമ്മി ഓടിച്ചയക്കും. വൃത്തിയില്ലാത്തത്. ഒരു പാത്രം കഴുകിയാൽ വീണ്ടും ഞാനത് കഴുകണം. എന്തിനാ അത്രയും സാധനങ്ങൾ? മമ്മിക്ക് ഒരു മരുമകളെ കിട്ടാത്തിന്റെ കെറുവാമോളെ. അതിന് സമയമായിട്ടില്ല ലക്ഷ്മിക്കുട്ടി. ഡാഡിയും കൊള്ളാം, മക്കളും കൊള്ളാം. അല്ലെങ്കിൽ എന്റെ പറക്കലിന് എന്താ ഇവിടെ വില? മോളെ, എന്നാൽ നാളെ മുതൽ നമുക്ക് എല്ലാവർക്കും കൂടെ അടുക്കളയിൽ കയറിക്കളെ. നീ ഒന്ന് പുറത്തിറങ്ങി നേരം. 3 ആളും കൂടി വിചാരിച്ച ഒരു ചായ ഇടാൻ ഒക്കില്ല. പിന്നെയാ ഡാഡി, മമ്മി വെറുതെ നമ്മളെ വാശിപ്പിക്കുക. നിനക്ക് വാശിയുണ്ടോ മോളെ? എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് വാശിയൊന്നുമില്ല. എനിക്കും വലിയ വാശി തോന്നുന്നില്ല. തോന്നിയ അടുക്കളയിൽ കയറേണ്ടി വരുന്ന അറിയാം. ജയൻ വന്നില്ലേ? ചേട്ടൻ IPS സെലക്ഷൻ കിട്ടിയതിന്റെ പത്രാസ് അടിച്ച് നടക്കുകയായിരിക്കും. അവന് പത്രാസ് അടിക്കാം, നിന്നെ പോലെയല്ല. ഈസ് വെരി ബ്രില്യന്റ്. ഈ സ്റ്റേറ്റിൽ നിന്ന് ആകെ 3 പേർക്കാണ് IPS കിട്ടിയത്, അറിയാമോ? അവന് ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടാൻ ഒന്ന് ശ്രമിക്കണേ. അവൻ മമ്മിയോട് പറഞ്ഞാണ് ഡാഡിയോട് ശുപാർശ ചെയ്യാൻ പറയാൻ. ഡാഡിയുടെ സ്വഭാവം ഈ അറിയാം. റെക്കമെൻഡേഷൻ ഇൻഫ്ലുവൻസും ഒക്കെ ചീപ്പാണ് ലക്ഷ്മി. അതൊരു വില കുറഞ്ഞ ഏർപ്പാടാണ്. അവൻ വരുന്നുണ്ടല്ലോ. വരുന്ന വരവേണ്ടില്ലേ? ഇപ്പൊ എല്ലാം പോലീസ് സ്റ്റൈലാ. നീ ഒന്നും കഴിക്കുന്നില്ലേ? ഒന്നും വേണ്ട, ഫ്രണ്ട്സിന്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. എന്നാൽ എന്തെങ്കിലും കഴിക്കേ. ഒന്നും വേണ്ട. വിശപ്പില്ലെങ്കിൽ പിന്നെ കഴിക്കുന്ന എന്തിനാ? ഇനി AC ആയ പിന്നെ കണ്ടോട്ട് ഓസി കിട്ടുകയും ചെയ്യും. എന്റെ പങ്കുകൂടാ നീർക്കോലി കൊടുത്തരും മമ്മി. അവളെ ഞാൻ ചീർത്ത് വരട്ടെ. അതിനൊരാളെ അന്വേഷിക്കാനുള്ള ആലോചന എവിടെ? എന്തിന്? പങ്കു കൊടുക്കാൻ. ഒന്ന് പോണി.